ഹലോ അസ്സാമു അലൈക്കും. അപ്പോൾ ഇന്ന് മഴ കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ തുടങ്ങണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു പരിപാടിയിലാണ്. അപ്പോൾ എന്താ അടുപ്പത്ത് വെള്ളം വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി ഉണ്ടാക്കാനുള്ള കാരണമൊക്കെ പറഞ്ഞുതരാം. ഫാത്തിമോന് ഇവിടെ എന്താ പരിപാടി വെച്ചാൽ ഞാൻ പറയില്ലേ, തീയിൽ കളിച്ചിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഓൻ തീയിൽ കളിച്ചുകൊണ്ടിരിക്കണം കാണുന്നത്. ഓന് കണ്ടില്ല, അടുക്കാട്ടുപാള ഉരുക്കണ പണിയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ നോക്കിയോണ്ടാണ് ഇപ്പോൾ ആ അടുക്കാട്ടുപാളിനോട് അങ്ങനത്തെ പരിപാടിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണി വെക്കാൻ പോവുകയാണ്. അപ്പോൾ നെയ്ച്ചോറ് തിളപ്പിച്ചിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത്. ഞാനിപ്പോൾ ബിരിയാണി വെച്ചാൽ എന്താണെന്ന് അറിയില്ല, കുറച്ച് ദിവസമായിട്ട് നന്നാവൽ കുറച്ച് കുറവാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല, അടുപ്പത്ത് തീ പിടിപ്പിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പരിപാടിക്ക് നിന്നിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇസമോൾ ഇപ്പുറത്ത് ഫോണും തോണ്ടി കുത്തിരിക്കുമ്പോഴോളം തോണ്ടലൊക്കെ കണ്ടാൽ വിചാരിച്ചു മോൾ എന്താ തോണ്ടണമെന്നല്ലേ. ഓൾ ഫോൺ കിട്ടിയാൽ അങ്ങനെയാണ്, ഒന്നും കാണൂല, പിന്നെ അങ്ങനെ മാറ്റി മാറ്റി കളിച്ച് നോക്ക്. അതാണ് ഓള് പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ന് ഞാൻ ബിരിയാണി വെക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചിക്കൻ ഇപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്നൊരു താത്തൻ്റെ ആണ്ടായിട്ട് നമ്മൾ അടുത്ത പെരേന്ന് നെയ്ച്ചോറിൻ്റെ അരിയും മരുന്നൊക്കെ കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ, പിന്നെ ഒരു പേക്ക് സേമിയൊക്കെ ഉണ്ട്. സേമിയം പിന്നെ ഞാൻ മാറ്റി വെച്ചിരിക്കണം. അപ്പോൾ ഇത് കിട്ടിയത് കൊണ്ടാണ് ഇന്ന് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മീനൊക്കെ കൊണ്ടുവന്ന് വെച്ചിനി. അപ്പോൾ ഞാൻ കുഞ്ഞാവനോട് പറഞ്ഞാൽ നമുക്കിന്ന് ബിരിയാണി വെച്ചാലോ, ഏതായാലും നമുക്ക് അരി കിട്ടിയതല്ലേ, അപ്പോൾ നമുക്ക് ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞിട്ട് സാധനമൊക്കെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അടുക്കളയൊക്കെ നല്ലോണം ക്ലീനാക്കി റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ എടുത്ത് തരുന്നാണ്ട് നമുക്ക് എന്തായാലും ബിരിയാണി ഉണ്ടാക്കുക. ബിരിയാണി വെക്കണമെന്ന് ഞാൻ വീഡിയോ എടുക്കണില്ല കേട്ടോ, കാരണം അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ സാധനങ്ങളൊക്കെ അതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ കഴുകി വെക്കാണ്ട് മസാലപ്പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തൈരുണ്ടല്ലോ, നമ്മളിവിടെ ഉണ്ടാക്കിയ തൈരാണ് കേട്ടോ. നമ്മളെ പയ്യൻ്റെ പാലെടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. കഴിയാനായി ലാസ്റ്റ് അതും കൂടി ഉള്ളൂ. പിന്നെ കറിവേപ്പിൻ്റെ ഞാൻ എൻ്റെ പെരയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പോന്നപ്പോൾ രാത്രി പോന്നപ്പോൾ അവിടുന്ന് പൊട്ടിച്ചാണ്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഇത് ഉണ്ടാക്കാൻ പോകാം. നിസമോൾ അവിടെ ഫോൺ തോണ്ടലാണ് കേട്ടോ. ഹോപ്പ് ഞാൻ പറഞ്ഞില്ല, ഫോൺ കിട്ടി അതുപോലത്തെ ഒരു തോണ്ടലാണെന്ന്. അപ്പോൾ നമുക്ക് അരി എത്ര ഉണ്ടെന്ന് നോക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെമ്പട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കണം. അപ്പോൾ ഇതിലേക്ക് എത്ര ഉണ്ടെന്ന് നോക്കി വെക്കാം. ഇവിടെ അരി ഇളക്കണ നായി എന്ന് പറഞ്ഞാൽ ചെറിയ നായാണ് കേട്ടോ. അപ്പോൾ അതിൽ എല്ലായിടത്തും ഒരു നായ് കൊള്ളുന്നത്, ഇതിൽ ഒരു നായിനേക്കാളും കുറവാണ് കൊള്ളുക. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ആദ്യം അരി എത്ര ഉണ്ട് നോക്കിയിട്ട് ഉണ്ടാക്കാതെ ചോറിനില്ല വെള്ളം ഇതിൽ അപ്പുറത്ത് വെച്ച് നമ്മൾ തിളപ്പിച്ചിട്ട് അതിന് വെള്ളമൊന്നും പാകാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്നാലും ഞാൻ ഇതിലൊന്ന് അളന്ന് നോക്കാം കേട്ടോ എത്ര ഉണ്ടെന്ന്. അപ്പോൾ കണ്ടിട്ട് 1 കിലോനൊക്കെ ഉണ്ട്, കാരണം അത് ഓല അളന്ന് തൂക്കിയതാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പീടിയെന്ന് ഇങ്ങനെ 1 കിലോനൊക്കെ വാങ്ങുമ്പോൾ കുറച്ചൊരു കുറവുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇത് ഫുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. ഇസമോളാണ് ഈ എടുത്ത് നിൽക്കുക ഇങ്ങനെ വെച്ചുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് നോക്കുമ്പോൾ ഒരു നായ് ഫുള്ളുണ്ട് കേട്ടോ. അപ്പം 4ാമത്തെ നായ് ഇടുമ്പോൾ കുറച്ച് അരി ബാക്കിയുണ്ട്. അപ്പോൾ ഏതായാലും 1 കിലോനെ കണക്കാക്കിയിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നു കേട്ടോ. ഇനി ഇത് ഫുള്ളായിട്ട് തന്നെ വെക്കുകയാണ്. ഞാൻ 2 നേരത്തിനുള്ള ചോറ് കണക്കാക്കിയിട്ടാണ് വെക്കുന്നത്. സാധാരണ 5 നായൊക്കെ ഇട്ടിട്ട് ഉച്ചയ്ക്ക് മാത്രമാണ് വെക്കൽ. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു ഫുള്ളായിട്ട് വെക്കാമെന്ന്. ഫുള്ള് വെച്ചാൽ പിന്നെ രാത്രിയൊക്കെ ചോറ് ഉണ്ടാക്കണ്ടല്ലോ. അങ്ങനെ അത് ആ ട്രൈപ്പോഡൊക്കെ വെച്ചിട്ട് പിന്നെ പച്ചക്കറികളൊക്കെ എരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ട്രൈപ്പോഡ് നമുക്ക് കുറച്ച് ആൾക്കാർ, ട്രൈപ്പോഡ് നമുക്ക് കുറച്ച് ആൾക്കാർ കാണാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ കാണാൻ പറ്റാത്ത ആൾക്കാർ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ അടുത്ത് ഒഴിവാക്കും വെച്ചിട്ടോ. ക്യാരറ്റും സാധനമൊക്കെ ഇപ്പോൾ കുഞ്ഞാവ് കൊണ്ടുവന്നതാണ്. അപ്പോൾ പച്ചക്കറി സാധനങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എടുത്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ട ഒരാൾ വന്ന് അത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ട്രൈപ്പോഡ് ഞാൻ വീഡിയോ എടുക്കണമെന്ന് അറിയാത്ത ഒരാൾ. അപ്പോൾ ഞാൻ പിന്നെ ആ ട്രൈപ്പോഡൊക്കെ കടന്ന് കൊണ്ട് വെച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ തന്നെ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അത് നെയ്ച്ചോറാക്കിയിട്ട് ഞാനിത് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. സത്യത്തിൽ ഇത് ഊറ്റി വെക്കുമ്പോണ്ടല്ലോ ഇതിൽ ഉപ്പിടാൻ മറന്നിക്കണം. ഇനിയിപ്പോൾ ചോറിലൊക്കെ ഉപ്പിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ അടുപ്പത്ത് തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധനമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ കുടുക്കയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ളതൊക്കെ ചേർത്താണ്. അതിലായിട്ട് ഉണ്ടാക്കിയാൽ കൊള്ളൂല്ല, ഇതിലുണ്ടാക്കിയപ്പോൾ ചേറിയാണ്. അങ്ങനെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് അവസാനം തിന്നൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെയുള്ള വീഡിയോസൊന്നും വെച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഒന്നാമത് ദിവസം നമ്മൾ അയച്ചിട്ടില്ല വീഡിയോ എടുക്കാനൊന്നും. അപ്പോൾ അത് ആനോസും ഫാദിയും കൂടി ഇരുന്ന് തിന്നാണ്. തൈര് പിന്നെ ഇവിടെ ഉള്ളതിനോണ്ട് ഉണ്ടാക്കി വെച്ചത്. പിന്നെ സമ്മന്തി അരച്ചിട്ട് ഞാൻ അതാ ചോറ് ഈ ഒരു ചെമ്പട്ടിക്ക് ഒരു ചെമ്പട്ടിയുണ്ട്. പിന്നെ മസാല അതാ ഇപ്പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി കൂടെ റെഡി ആക്കുന്നത്. അപ്പോൾ ഇനി എല്ലാവരും തിന്നാൻ പോവുകയാണ്. പിന്നെ തിന്നണമൊന്നും പിന്നെ അന്നത്തെ ഒരു വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അന്ന് രാത്രി ആയപ്പോൾ നമ്മൾ നബിദിനത്തിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അരി കൊടുക്കുമായിനി. അപ്പോൾ ഞാൻ അതെടുത്തതാണ്. ആ വീഡിയോ ഞാൻ എടുത്തതാകെ കുറച്ചുള്ളേനി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രി പോകണവും കൂടി എടുത്തിട്ട് അതിൽ കൂട്ടിയതാണ്. ഒരു 7 മണി 7:30 ആയപ്പോഴാണ് പോയത്. അനൂസിന് ഷൂവും പിന്നെ ഡ്രസ്സൊക്കെ വാങ്ങാനുണ്ട്. ഓന് സ്കൗട്ടിനുണ്ട് എന്ന് പറഞ്ഞില്ലേ, വെള്ള ഡ്രസ്സൊക്കെ അവിടെ ഉണ്ട്, വെള്ള ഷർട്ടൊക്കെ. പക്ഷേ അതിന് ബട്ടൺസ് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓന് മാങ്ങൽ നിർബന്ധം. മദ്രസ എന്നാണെങ്കിൽ ഒരു മാങ്ങൊന്നും മാണ്ടങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പറയേണ്ടി, ഞങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരേണ്ടതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും വാങ്ങിയാൽ പിന്നെ ഇടാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇടാൻ പറ്റുന്ന ഏതെങ്കിലും ഷർട്ടോ പാൻറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ വാങ്ങാൻ നടക്കുമെന്നും പറഞ്ഞിട്ട് പോകുന്നതാണ്. ഷൂ എന്ന് പറഞ്ഞിട്ടാണ് ഓനോട് പോകുന്നത്. അപ്പോൾ ഇവിടെ കയറി നോക്കുമ്പോൾ ഇവിടെ ഓരോ പാകപറ്റ ഷൂ ഇല്ല കേട്ടോ. വൈറ്റ് കളർ നമ്മൾ സദാ സ്കൂൾ ഷൂ ആണ് വേണ്ടിയത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് അപ്പുറത്ത് അരീക്കോട് അങ്ങാടിക്ക് പോകാമെന്ന് വിചാരിച്ച്. അവിടെ പിന്നെ ഷൂ എല്ലാം ഉണ്ടാകും. അങ്ങനെ നമ്മൾ അരീക്കോട് പോയി. അരീക്കോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഭയങ്കര ബ്ലോക്ക് കിട്ടും. ഇവിടെ ഒരു ഷോ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. അവിടെ ഇപ്പോൾ നല്ല വിപുലീകരിച്ച് നല്ല ഉഷാറാക്കിയിരിക്കണം കേട്ടോ. നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് അധികം ഷൂ എടുക്കൽ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം മാത്രം അനൂസിനെ അവിടെ നിന്ന് ഷൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ കയറി പോയോണ്ട് കണ്ടു. ഇവിടെ എല്ലാം ഉണ്ടാകും, ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. അടിയിൽ ബാഗും സാധനമൊക്കെ ഉണ്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ മേലെ എത്തിക്കണം കേട്ടോ. ഓനിങ്ങനെ ഷൂ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനും അനൂസും ഇസമോളും കൂടിയാണ് പോകുന്നത്. ഇസമോളും എൻ്റെ ഒപ്പം കയറി പോകുന്നിക്കണം കേട്ടോ. ഓളെ പിന്നെ പിടിച്ചാൽ കിട്ടുള്ളൂ. ഓളപ്പം ഞാൻ അവിടെ പിടിച്ച് വെച്ചിരിക്കുകയാണ്. ഓൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായാണ് കേട്ടോ. അങ്ങനെ ഞാനും അനൂസും ഇസമോളും ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത്രയും നേരം ഞങ്ങളൊന്നും കാണിച്ചാൽ കഴിഞ്ഞിട്ടില്ല. കാരണം അമ്മാതിരി ശൈലിയാണല്ലോ നമ്മൾ പെരിയ നിൽക്കുക. പിന്നെ അതിനായിട്ട് വീഡിയോ എടുക്കാനൊന്നും മാറ്റി ഒരുങ്ങി നിന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇസമോള് അവളെ തലയിൽ പൂമ്പാറ്റയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. ഓൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇവിടെയുള്ള ചെരുപ്പൊക്കെ ഒക്കെ ഇഷ്ടമായിക്കണം. ഓൾ ഇനി ഡ്രസ്സും കൂടിയൊക്കെ കയറിയാലും അങ്ങനെ തന്നെയാണ്. ഓൾക്ക് പറ്റിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഓൾ അതും കുറിച്ച് അങ്ങനെ നോക്കും കേട്ടോ. അങ്ങനെ ഇവിടെ നല്ല ഷൂകളൊക്കെ വന്നപ്പോൾ നല്ലോണം വിപുലീകരിച്ചൊക്കെ ചെയ്തിരിക്കണം കേട്ടോ. ഞങ്ങൾ അന്ന് വന്നപ്പം ഇവിടെ ഇത്ര ഇതൊന്നും ഇല്ല. ഇനി എന്നാലും അതിലേറെ ഒന്നും കൂടി ഉഷാറാക്കിയിരിക്കണം കേട്ടോ. അപ്പം ഇസമോളിൽ അവിടെയുള്ള പൂവും മറ്റത്തും മുറിച്ചതൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. അവിടെയുള്ള എല്ലാ ആൾക്കാരും തൊട്ട് നോക്കുന്നുണ്ട്, പിടിച്ച് നോക്കുന്നുണ്ട്, എല്ലാം ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. ഹനൂസിൻ്റെ അവസാനം ഷൂ കിട്ടിയിരിക്കണമെങ്കിൽ ഷോക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഷർട്ടാണോ പാൻ്റാണോ നിർബന്ധം? ആണോ നടക്കുക അങ്ങനെ അവിടുന്ന് ഷൂ ഒക്കെ വാങ്ങി പോകുന്നു. ഇനി ഷർട്ട് വേണം പറഞ്ഞു. ഷർട്ടും പാൻറ്റൊക്കെ വാങ്ങാനാണ് പോണത്. അപ്പോൾ ഇപ്പോഴത്തെ തന്നെ ഞങ്ങൾ സ്ഥിരം വരുന്ന ഒരു കട ഉണ്ട്. അവിടേക്കാണ് കയറുന്നത്. അവിടെ നമ്മളെല്ലാം ഉണ്ട് കേട്ടോ. 12 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളുടെ സാധനവും അവിടെ ഉണ്ടാവും. പിന്നെ നമ്മൾ എങ്ങോട്ടും പോകേണ്ടി വരില്ല. അപ്പോൾ ഇതുവരെ അവിടെ തന്നെയാണ് നമ്മൾ പെരുന്നാക്കൊക്കെ കയറുമ്പോഴൊക്കെ കയറല്ലോ കേട്ടോ. നമുക്ക് അതിൽ കയറി നമുക്ക് എല്ലാം വേട് കിട്ടും. കുട്ടികളെ ദിവസമൊക്കെ പറ്റി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത് അവിടുന്ന് ഷർട്ട് ഇങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ 2 സൈസ് വൈറ്റ് ഷർട്ട് കാണിച്ചു തരുന്നു. ഒന്ന് ദഫിനൊക്കെ ഇടാൻ പറ്റിയത്. പക്ഷേ ദഫിന് ഇടാൻ പറ്റിയ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇടാൻ പറ്റില്ല. ഇങ്ങനത്തെ കോട്ടൻ്റെ ഒക്കെ ആയത് നമുക്ക് പിന്നെ ഇടാലോ. പിന്നെ അത് ആ ഷർട്ട് എടുത്ത് കഴിഞ്ഞ് പാൻറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. ബ്ലാക്ക് പാൻറ്റാണ് വേണ്ടിയത്. അപ്പോൾ ബ്ലാക്ക് പാൻറ്റ് ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇസമോൾ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണതിൽ നമുക്ക് പറ്റിയെടുക്കുക കേട്ടോളൂ. പിന്നെ ഇവിടുന്ന് ഞാൻ അവളോട് ചോദിച്ചതിനൊക്കെ വീഡിയോ ഉണ്ടായിട്ടോ. പക്ഷേ ഈ ഒരു ഷോപ്പിൽ നിന്ന് നല്ല പാട്ടിട്ടിങ്ങി. അപ്പോൾ കോപ്പറേറ്റ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് മൂട്ടാക്കി വെച്ചതാണ് കേട്ടോ. ഓൾ ഇവിടെ ഉള്ളതൊക്കെ നോക്കി ഇങ്ങനെ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഉപ്പച്ചിനോട് പറഞ്ഞു നോക്കിയാൽ ഓൾ ഉപ്പച്ചിക്ക് ഓരോന്നും ഇങ്ങനെ കാണിച്ചെടുക്കും. അങ്ങോട്ട് തൃപ്പതി ആയിക്കണം കേട്ടോ. ഇവിടെ ഉടുപ്പുകളൊക്കെ കണ്ടിട്ട് എനിക്ക് ഉടുപ്പൊക്കെ കണ്ടിട്ടൊക്കെ വാങ്ങി കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇഷ്ടം പോലെ ഉടുപ്പുണ്ട്. നമ്മളെ അങ്ങോട്ടും പോകണമില്ല. വരണ്ട തുത്തിരിക്കുകയാണ്. ഇങ്ങനെ വെറുതെ ഫോട്ടോ എടുക്കാനെത്തിന് വലിയ ഉടുപ്പുകൾ എല്ലാ ഉടുപ്പുകളും തൊട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞാവക്കടെ അത്ഭുതമാവും ഓൾ ഇങ്ങനെ തൊട്ട് വെക്കണണ്ടിട്ടേ. ഞാൻ പിന്നെ കണ്ട് പരിചയിക്കണം. ഓൾ തൈ വരുന്ന നടക്കണ മനുഷ്യന്മാരൊക്കെ ഒപ്പം നടക്കണം. മനുഷ്യന്മാരല്ല ഇവിടെ ഉള്ള ആൾക്കാർ ചെക്കന്മാരൊക്കെ ഒപ്പം ബാക്കിൽ നടക്കണം കേട്ടോ. ഉടുപ്പ് വെറുതെ കൊടുക്കും വിചാരിച്ച് നടക്കണോ നടത്തം. പിന്നെ അവളെ വിളിച്ച് ചെയ്താലും കൂട്ടി നമ്മൾ ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ ഇറങ്ങിയിരിക്കണം കേട്ടോ. നല്ലൊരു മഴയും പെയ്തിക്കണം അതിൻ്റെ ഇടയിൽ കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മളിപ്പോൾ പമ്പിലെത്തിക്കണം കേട്ടോ. ഇനി വണ്ടിയിൽ എണ്ണ അടിച്ചാൽ വേണ്ടി പോകുന്നതാണ്. എണ്ണ അടിച്ചിട്ട് നമ്മൾ നേരെ പെരേക്ക് തന്നെ പോകും. ഇനി കാര്യമായിട്ട് വലിയ പരിപാടികളൊന്നും ഇല്ല. നമ്മൾ വാങ്ങേണ്ടതൊക്കെ വാങ്ങിക്കണം കേട്ടോ. ഈ സമയത്ത് ബ്ലോക്കും ഉണ്ട്, നല്ല മഴയുണ്ട്. ഞാൻ പോരുന്നില്ല എന്ന് കുറേ കുഞ്ഞാനോട് പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഞാൻ പോരിൽ നിർബന്ധമാണ് വാങ്ങാനൊക്കെ. എല്ലാത്തിനും ഇനിയും വലിച്ച് പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ അതാ നമ്മളെ പാലത്തിൻ്റെ അവിടെ ആദ്യം കുറേ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ പോയിരുന്നു. ഇപ്പം ഇങ്ങനെയുള്ള ഒരു ചെറിയ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. അവിടെ ഭയങ്കര തിരക്കുമാണ് കേട്ടോ. എന്നാലും പാലത്തവരൊക്കെ അവിടെയും ഇവിടെ ഏത് മഴ പെയ്താലും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ പെരയിലെത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മായതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരട്ടെ. ഇനി ഇപ്പോൾ മാഞ്ഞതൊക്കെ ഇവിടെ കട്ടുമ്പോൾ കൊണ്ടുവന്ന് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അനൂസ് തന്നെയാണ് തുറന്ന് കാണിച്ചു തരുന്നത്. ഓനാണല്ലോ മാങ്ങിയത്. അപ്പോൾ ഇസമോൾ അതിൻ്റെ മുമ്പ് അത് മാന്തി പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷോക്സും ഷൂ ആണ് വാങ്ങിയത്. ഈ ഒരു വൈറ്റ് ഷൂ ആണ് വാങ്ങിയത്. ഇനി ഫാദിമോൻ ഇങ്ങനത്തെ ബ്ലാക്ക് ഒന്ന് വാങ്ങണം കേട്ടോ. ഓനെ കാലിൽ ഇപ്പോൾ ഒന്ന് ഷൂ ഇട്ട് പോകുന്നതുകൊണ്ട് ഇങ്ങനത്തെ വാങ്ങണം. ഓനെ അതിൻ്റെ ഉള്ളിൽ കയറി പോകുന്നില്ല, അല്ലെങ്കിൽ പോനും വാങ്ങിയിന്. പിന്നെ വൈറ്റ് ഷർട്ടും ഒക്കെ എല്ലാവരും കണ്ടത് തന്നെ ഇക്കാരം. എന്നാലും ഒന്നും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണെങ്കിൽ തൊളിച്ചിട്ടും ഓനെ കിട്ടണമില്ല കേട്ടോ. വൈറ്റ് ഷർട്ടൊക്കെ ഓന് 2 3 ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇട്ടതും വൈറ്റ് ഷർട്ടാണ്. പിന്നെ വേറെ ഒന്നുണ്ട്. അങ്ങനെ അനൂസ് കവർന്ന് എടുത്തിന് കേട്ടോ. ഈ ബ്ലാക്ക് പാൻറ്റും വൈറ്റ് ഷർട്ടുമാണ് എടുത്തത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഇതാണ് സംഭവങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.